നമസ്കാരം. ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഉചിതമായോ എന്നതിൽ മുൻ ജഡ്ജിമാരടക്കം അഭിപ്രായമായി രംഗത്ത് വന്നതോടെ ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അതേസമയം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നീക്കത്തിലാണ് ഗ്രീഷ്മയുടെ കുടുംബം. ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയതിനാൽ ജയിലിലെ ജോലിയിൽ നിന്ന് ഗ്രീഷ്മയെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതേസമയം വിചാരണ കാലത്ത് തങ്ങിയ അതേ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് 2025 ആദ്യത്തെ വനിതാ ജയിൽ പുള്ളിയായിട്ടാണ് ഗ്രീഷ്മ എത്തിയത്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14 ബ്ലോക്കിൽ മറ്റു റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ താമസിപ്പിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്കൊപ്പം സെല്ലിൽ 4 സഹതടവുകാരുണ്ട്. മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും. പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണം ഉണ്ടാകും. വിചാരണ കോടതിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഇവർക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല. ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ച് കേസ് പരിശോധിക്കണം. ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിലെത്തിച്ചത്. ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും. ഭക്ഷണപുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി. താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും നിയോഗിക്കുക. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ലെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അടിവസ്ത്രങ്ങൾ ഒരു ബന്ധു എത്തിച്ചു. ജയിൽ വസ്ത്രമാണ് ധരിക്കേണ്ടത്. ചിത്രം വരച്ചാണ് ഗ്രീഷ്മ ജയിലിലെ സമയം ചെലവഴിക്കുന്നത്. ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയിരുന്നു. ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മയ്ക്ക് നൽകില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമയം ഗ്രീഷ്മ സെല്ലിനുള്ളിൽ തന്നെയാണ് ചെലവഴിച്ചത്. ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒരു ഭാഗത്തെ സെല്ലുകളിൽ മാത്രമാണ് നിലവിൽ പ്രതികളെ താമസിപ്പിച്ചിട്ടുള്ളത്. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. സമ്മർദ്ദവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ നൽകിയത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ട് പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വധശിക്ഷ വിധിച്ചതുകൊണ്ട് ഗ്രീഷ്മയുടെ മുന്നിൽ നിയമ പോരാട്ടത്തിനുള്ള വഴികളും അടയുന്നില്ല. വിചാരണ കോടതി വിധിച്ച വധശിക്ഷ അന്തിമവുമല്ല. ഇനിയുമുണ്ട് വർഷങ്ങൾ നീളുന്ന നിയമ പോരാട്ട കടമ്പകൾ. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ കുറ്റവാളിയെ ഉടൻ തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. ഗ്രീഷ്മ വനിതയായതുകൊണ്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇനിയുള്ള നാളുകളിൽ ഏറെയും ചിലവിടേണ്ടി വരിക. ജയിലിലെത്തുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വധശിക്ഷ എന്ന വിധിക്കെതിരെ സ്വന്തം നിലയിൽ അപ്പീൽ പോകുന്നുണ്ടോ എന്ന് കുറ്റവാളിയോട് ജയിൽ അധികൃതർ ചോദിക്കും. സ്വന്തം നിലയിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാവും. അതല്ല, സ്വന്തമായി അപ്പീൽ നൽകാൻ കഴിവില്ലെങ്കിൽ ജയിൽ വകുപ്പ് തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി വഴി അപ്പീലിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഏറ്റവും ആദ്യം അപ്പീൽ നൽകേണ്ടത് ഹൈക്കോടതിയിലാണ്. DSR അഥവാ ഡെത്ത് സെന്റൻസ് റിവ്യൂ പെറ്റീഷൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പീൽ ഫയൽ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും എടുക്കും ഹൈക്കോടതി പരിഗണിക്കാൻ. പരിഗണിച്ച ശേഷം ഹൈക്കോടതി പ്രധാനമായി 4 പഠന റിപ്പോർട്ടുകൾ ആവശ്യപ്പെടും. 1. പ്രതിയുടെ കുടുംബ സാമൂഹ്യ സാഹചര്യം. വധശിക്ഷ നടപ്പാക്കിയാൽ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം ഇവയെല്ലാം വിശദമായി പഠിച്ച് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് നൽകണം. 2. കുറ്റവാളിയുടെ ജയിലിലെ സ്വഭാവം. പശ്ചാത്താപത്തിനും തിരുത്തലിനുമുള്ള സാഹചര്യമുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച് ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകണം. 3. കുറ്റവാളിയെ നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ സംഘം ആരോഗ്യ മാനസിക നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം. 4. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള Project 39 എന്ന ഏജൻസിയോടും റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ടുകളും അപൂർവങ്ങളിൽ അപൂർവമാണ് കേസെന്ന് ഉറപ്പിക്കാമോ എന്നുള്ള നിയമവശവും പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചതുകൊണ്ടും നടപടി അവസാനിക്കില്ല. കുറ്റവാളിക്ക് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി തീരുമാനം എതിരായാൽ ഗവർണർക്കും ഗവർണർ കഴിഞ്ഞാൽ രാഷ്ട്രപതിക്കും ദയാഹർജി നൽകാം. രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയാൽ അതിനെതിരെ തിരുത്തൽ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ മാത്രമേ വധശിക്ഷയ്ക്ക് അന്തിമ അംഗീകാരമാകൂ. വധശിക്ഷ ശരിവെക്കുന്നത് വരെ ആ കുറ്റവാളി മറ്റെല്ലാ തടവുകാരെയും പോലും ജയിലിൽ കഴിയും. മറ്റു കുറ്റവാളികൾക്കൊപ്പം ഇടകലർന്നാവും സെല്ലിൽ കഴിയുന്നതും ഭക്ഷണം കഴിക്കുന്നതും ജോലി ചെയ്യുന്നതുമല്ല. എന്നാൽ ശിക്ഷ ശരിവെക്കുന്നതോടെ ആ പരിഗണന അവസാനിക്കും. വധശിക്ഷയ്ക്ക് വിധിച്ചവരെ മാത്രം താമസിപ്പിക്കുന്ന ഏകാന്ത തടവറയിലേക്ക് മാറ്റും. മരണത്തിലേക്കുള്ള നാളുകൾ എണ്ണിത്തുടങ്ങിയതിനാൽ കുറ്റവാളിക്ക് താല്പര്യമുള്ള വസ്ത്രവും ഭക്ഷണവും നൽകും. ഇഷ്ടമുള്ളവരെ കാണാനും സ്വന്തം വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കാനുമെല്ലാം അവസരമൊരുക്കും.